മുഴുവനും നോക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ആലോചന വരുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞ കുപ്പായക്ക് എന്റെ ബോഡി ഫിറ്റ്നസ് നോക്കട്ടെ, വലിയ കുടവേറുണ്ടോ നിനക്ക്, അല്ല നല്ല സിക്സ് പാക്ക് ആണോ, അല്ല നല്ല ചെസ്റ്റും മസിൽസ് ഒക്കെ ഉണ്ടോ, എന്നൊക്കെ നോക്കട്ടെ എന്ന് പെണ്ണിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പെണ്ണിന് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യമാണത്. പക്ഷെ ആണിന് അതൊന്നും നൽകിയിട്ടില്ല. മുഖവും മുൻകൈയും നോക്കാൻ അള്ളാഹു അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ പെണ്ണിനെ ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ പറയാണ്, ഇങ്ങനെയൊക്കെ ഒരു വിഷയം ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യം. ഇസ്ലാം പെണ്ണിനെ ഒരു ഹിജാബില്, ഒരു പർദ്ദയിൽ അടച്ചിടുന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകാതെ അവളെ പാരതന്ത്ര്യത്തിന്റെ ചതിക്കുഴിയിലൊക്കെ അകപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കുക. പരിശുദ്ധമായ ഇസ്ലാം പെണ്ണിന് നൽകിയ സ്വാതന്ത്ര്യം അതുപോലൊരു സ്വാതന്ത്ര്യം ഒരു മതവും നൽകിയിട്ടില്ല. നാരിമാർ നാണം കുണുങ്ങികൾ, വിശ്വാവിപത്തിന്റെ നാരായ വേരുകൾ, പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നെങ്കിൽ വിശ്വമെന്നേ സ്വർഗമായിരുന്നേനെ. ഇതാര് പാടി? ഒരു മുസ്ലിം പാടിയ പാട്ടല്ല, ഇത് ചെങ്ങമ്പുഴ പാടിയ പാട്ടാണ്, മുസ്ലിം പാടിയ പാട്ടല്ല. എന്താണ് പാടിയത്? നാരിമാർ നാണം കുണുങ്ങികൾ, വിശ്വാവിപത്തിന്റെ നാരായ വേരുകൾ. ലോകത്ത് അപകടങ്ങൾ ഉണ്ടാകാൻ, ലോകത്ത് വിപത്ത് അധികരിക്കാനുള്ള കാരണം പെണ്ണാണെന്ന് പാടുന്നത് ചെങ്ങമ്പുഴയാണ്, മുസ്ലിമല്ല. പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നെങ്കിൽ വിശ്വമെന്നേ സ്വർഗമായിരുന്നേനെ. പെണ്ണില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ലോകം സ്വർഗമായിരുന്നു എന്ന് പാടിയതൊരു മുസ്ലിം കവിയാണോ? ഇല്ല. ഓ ഫ്രൈറ്റി തൈ നൈം ഈസ് വുമൻ. ആര് ചോദിച്ചു? ഷേക്സ്പിയർ. ചാപല്യമേ നിന്റെ പേരാണോ സ്ത്രീ? അതാ ചോദിച്ചു. ചാപല്യം, നാശം, നിന്റെ പേരാണോ സ്ത്രീ എന്ന് ചോദിച്ചത് ഷേക്സ്പിയർ ആണ്. ലോകം കണ്ട പ്രശസ്തനായ ബുദ്ധിജീവിയും എഴുത്തുകാരനുമാണ്. പക്ഷേ പെണ്ണിനെ കുറിച്ച് എന്താണ് ഇസ്ലാം പറഞ്ഞത്? അദ്ദുനിയാ മതാഉൻ വഖൈറു മതാഇദ് ദുനിയാ അന്നിസാ. ദുനിയാവ് മുഴുവനും വിഭവങ്ങളാണ്, ദുനിയാവ് മുഴുവനും വിഭവങ്ങളാണ്. വഖൈറു മതാഇദ് ദുനിയാ അന്നിസാ. ലോകത്തെ ഏറ്റവും നല്ല വിഭവം പെണ്ണാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നിട്ട് പറയും, ആരാണ് പെണ്ണിനെതിരെ കൊഞ്ഞനം കുത്തുന്നത്? ഇസ്ലാമാണോ മറ്റുള്ളവരാണോ? അതുകൊണ്ട് ഇമാതിരി കൊഞ്ഞനം കുത്തലൊന്നും ഇസ്ലാമിനോട് വേണ്ട. ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യം വേറെ ഒരാളും പെണ്ണിന് നൽകിയിട്ടില്ല. എന്തേ? ഹിജാബിൽ പെണ്ണിന് സേഫ്റ്റി ഉണ്ട്, അവിടെ സംരക്ഷണമുണ്ട്. ഏത് മുക്കുമൂലകളിലേക്കും ധൈര്യമായി കടന്നു പോകാനുള്ള ധൈര്യം ഹിജാബ് പെണ്ണിന് നൽകുന്നുണ്ട്. ഹാഫ് ട്രൗസറിട്ട് പെണ്ണ് നടക്കട്ടെ, രാത്രിയിൽ നടക്കട്ടെ. എന്തേ പീഡനങ്ങൾ പുറത്തേക്ക് നടക്കുന്നത്? എന്തേ ഒരു ബനിയനും ഒരു ട്രൗസറിട്ട് പെണ്ണ് നടക്കാൻ? ഇത് കാണുമ്പോ പൂവാലന്മാരായ കഴുക കണ്ണുമായി നടക്കുന്ന കാമഭ്രാന്തന്മാർക്ക് വികാരം വർദ്ധിക്കുന്നു. അവർ ടച്ച് ചെയ്യുന്നു, അവർ പിടിക്കുന്നു, അവർ കൊണ്ടുപോകുന്നു. പക്ഷേ ഒരു പർദ്ദ ധരിച്ചു മുഖം മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ പീഡിപ്പിക്കപ്പെട്ട ഒരു ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഇസ്ലാം നിങ്ങൾക്ക് നൽകിയത് സ്വാതന്ത്ര്യമാണ്. وَإِذَا بُشِّرَ أَحَدُهُمْ بِالْأُنْثَى ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ. ഒരു പെണ്ണ് ജനിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ മുഖം കറുത്തുപോ. കാട്ടറബികളോടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ തഖ്തുലൂ ഔലാദകും. നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ കുഴിച്ചു പോവല്ല, പെൺമക്കളെ കൊന്നുപോവല്ല. പെൺമക്കൾ നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങളുടെ നന്മയാണ് പെൺമക്കൾ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ലാ തഖ്തുലൂ ഔലാദകും. നിങ്ങൾ പെൺമക്കളെ കുഴിച്ചു പോവല്ലേ. നിങ്ങൾ 2 പെൺകുട്ടികളെ വളർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആൺകുട്ടികളെ കുറിച്ച് എങ്ങനെ പറഞ്ഞോ? ഇല്ല. ആൺകുട്ടികളെ കുറിച്ച് എന്താ പറഞ്ഞത്? ഖിയാമത്ത് നാളിന്റെ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എണ്ണിത്തരുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അവസാന കാലത്തുള്ള ആളുകൾ ആഗ്രഹിച്ചു പോകും, ഈ മക്കളെ വളർത്തുന്നതിനേക്കാൾ ഒരു നായക്കുട്ടിയെ വളർത്തുന്നതാണ് എനിക്ക് ഉത്തമമെന്ന് ആളുകൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാലം വരും. അങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് സംജാതമായാൽ അത് അന്ത്യനാളിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര ആള് ചിന്തിക്കാൻ തുടങ്ങി, പടച്ചോനെ വേണ്ടായിരുന്നു, അല്ലെ, വേണ്ടായിരുന്നു, ഈ മക്കള് വേണ്ടായിരുന്നു. മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ കരഞ്ഞ് ദുആ ചെയ്യാണ്, പടച്ചോനെ മക്കൾ തരണമെന്ന്. മക്കളുള്ള ആളുകളുടെ വിഷമം എന്താണ്? പടച്ചോൻ ഇതില്ലെങ്കിൽ ഇത്ര കഷ്ടമില്ലായിരുന്നു, ഇതില്ലെങ്കിൽ ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു, ഇവരെ നോക്കണം, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് രക്ഷിതാക്കൾ മാറി. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരും. ഏതായാലും
അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീക്ക് ഒരുപാട് സ്ഥാനം നൽകി, ഒരുപാട് മഹത്വം നൽകി. ലോകത്തുള്ള ഏറ്റവും മനോഹരമായ വിഭവങ്ങളിൽ, ലോകത്തുള്ള ഏറ്റവും നല്ല ചരക്കുകളിൽ ഏറ്റവും നല്ല ചരക്കാണ്, ഏറ്റവും നല്ല വിഭവമാണ് പെണ്ണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ പെണ്ണിനോട് നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവൻ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നിട്ട് പറയും ഇസ്ലാമിന്റെ പെണ്ണിനോടുള്ള സമീപനം എന്ത് എന്ന്. വഖൈറുക്കും, ഇന്നലെ അവസാനിപ്പിച്ച ഹദീസാണത്. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. എന്നെ നോക്കിയിട്ട് നല്ലവനെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഇരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് നല്ലവനെന്ന് പറയാൻ പറ്റില്ല, രാഷ്ട്രീയ സാമൂഹിക നഭോമണ്ഡലങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെ നോക്കിയിട്ട് പറയാനായിട്ടില്ല അവൻ നല്ലവനാണെന്ന്, അവൻ ഉത്തമനാണെന്ന് പറയാനായിട്ടില്ല. അവന്റെ ഭാര്യയോട് ചോദിക്കണം, ഭാര്യയോട് പോയി അന്വേഷിക്കണം എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവ് എന്ന്. ആ ഭാര്യ പറയണം എന്റെ ഭർത്താവ് നമ്പർ 1 ആണെന്ന് പറഞ്ഞാലേ ആ മനുഷ്യന് നമ്പർ 1 സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകാൻ പാടുള്ളൂ, അല്ലാതെ പറ്റൂല. കമ്പനിയിൽ നൽകും, ഒരു വർഷം കൂടുമ്പോ നല്ല ഉദ്യോഗസ്ഥൻ, നല്ല സ്റ്റാഫിനെ തെരഞ്ഞെടുക്കും, അതൊക്കെ കമ്പനി. പക്ഷേ ലോകത്ത് ഏറ്റവും നല്ലവൻ സ്വന്തം ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആണുങ്ങൾ ആദ്യം തീരുമാനിക്കുക, ഞാൻ നന്നാവണം, ഞാൻ നല്ലവനാവണമെങ്കിൽ എന്റെ ഭാര്യയോട് ഞാൻ നല്ല രീതിയിൽ പെരുമാറണം. ഇന്നു മുതൽ ഭാര്യയെ വെറുപ്പിക്കാതെ, ഭാര്യയെ വിഷമിപ്പിക്കാതെ, ഭാര്യയെ ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കണം.